നമസ്കാരം. VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. മാധവ് കാട്ടുകൽ റിപ്പോർട്ടിനെതിരെ അറക്കുളം പഞ്ചായത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങളും ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. ചാച്ച നെഹ്റുവിന്റെ ഓർമ്മകൾ പുതുക്കി തൊടുപുഴ മേഖലയിലെ സ്കൂളുകളിൽ ശിശുദിനാഘോഷവും ശിശുദിന റാലിയും നടത്തി. വിവാദ ചോദ്യക്കടലാസ് കേസിൽ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിനെ കോടതി കുറ്റവിമുക്തനാക്കി. തൊടുപുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിടുതൽ ഹർജി പരിഗണിച്ച് പ്രൊഫസർ ജോസഫിനെ കുറ്റവിമുക്തനാക്കിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 14-ന് കട്ടപ്പനയിൽ സത്യാഗ്രഹം നടത്തും. 1000 കർഷകരെ പങ്കെടുപ്പിച്ച് നടത്തുന്ന സത്യാഗ്രഹം കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് V. ചാമുണ്ണി ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റിന്റെയും പുതിയ ജനറേറ്ററിന്റെയും ഉദ്ഘാടനം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. മാധവ് കാട്ടുകൽ റിപ്പോർട്ടിൽ അറക്കുളം വില്ലേജിന് ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും പ്രവർത്തിച്ചില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങളും ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. 1905-ൽ പട്ടയം ലഭിച്ച അറക്കുളം വില്ലേജിനെ പ്രകൃതിലോല പ്രദേശമാക്കി ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതിനെ ചൊല്ലി ഈ പ്രദേശത്ത് കർഷകർ ആശങ്കാകുലരാണ്. ഇതിൽ പ്രതിഷേധിച്ച് വില്ലേജ് ഓഫീസ് ഉപരോധവും കോലം കത്തിക്കലിന് ശേഷമാണ് ഹർത്താൽ നടത്തിയത്. ഇതുവഴിയുള്ള മറ്റു വാഹനങ്ങൾക്ക് ഹർത്താൽ സന്ദേശം നൽകിയാണ് ഹർത്താൽ അനുകൂലികൾ പ്രതിഷേധിച്ചത്. ആൽമേഡിയം ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ നവംബർ 20 മുതൽ 23 വരെ കാർഷികോത്സവ് 2013 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശാന്തൻപാറ ബാപ്പുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വെച്ചാണ് കാർഷികോത്സവ് നടത്തുന്നത്. നവംബർ 20-ന് KK ജയചന്ദ്രൻ MLA കാർഷികോത്സവ് ഉദ്ഘാടനം ചെയ്യും. BKVK ചെയർപേഴ്സൺ റീന ചാക്കോ അധ്യക്ഷത വഹിക്കും. മേളിൽ കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം എന്നീ മേഖലയിലുള്ള സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും ഉണ്ടായിരിക്കും. ഓരോ മേഖലയിലുമുള്ള വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 200 കർഷകർ സെമിനാറിൽ പങ്കെടുക്കും. 23-ന് നടക്കുന്ന സമാപന സമ്മേളനം PT തോമസ് MB ഉദ്ഘാടനം ചെയ്യും. റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ബെഞ്ചമിൻ മാത്യു, ഡോക്ടർ GS മധു, ഷാജി കക്കാട്, ഡോക്ടർ വിനു ജോൺ സാം തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ഗവൺമെന്റ് ആത്മ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മയായിട്ട് സഹകരിച്ചുകൊണ്ട് ബാപ്പുജി കൃഷി വിജ്ഞാന കേന്ദ്ര ഈ വർഷത്തെ ടെക്നോളജി വീക്ക് സാങ്കേതിക വിദ്യാ വാരാഘോഷം ഞങ്ങൾ നവംബർ മാസം 20 മുതൽ 23 വരെ ബാപ്പുജി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ പൊതുയോഗവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും തെക്കുംമുറി KVMS ഹാളിൽ നടത്തി. പ്രസിഡന്റ് R. മാധവൻ നായർ, സെക്രട്ടറി KP പൈലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ KR സുരേഷ്, ഡോക്ടർ മിനി സുരേഷ് എന്നിവർ ക്ലാസുകൾ എടുത്തു. ഏതാണ്ട് 500 മില്ലി എണ്ണ ഒരു മാസം. അപ്പം 15 അല്ലെങ്കിൽ 16 മില്ലി എണ്ണയാണ് ഒരു ദിവസം ഒരാൾക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലത്തെ എന്താ പറയുക, ഒരു പൂരിയിൽ തന്നെ ചിലപ്പം 25 മില്ലി എണ്ണ അകത്താക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഉച്ചയ്ക്ക് വൈകുന്നേരവും എണ്ണ ഇല്ലാത്ത ഭക്ഷണം. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ മീഡിയ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 15-ന് സ്കൂളിലെ മുഴുവൻ അധ്യാപകരും അനധ്യാപകരും അവയവദാന സമ്മതപത്രം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേലിന് കൈമാറുമെന്ന് സ്കൂൾ മീഡിയ ക്ലബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 1:30-ന് സെന്റ് സെബാസ്റ്റ്യൻ പാരിഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഫാദർ ഡേവിസ് ചിറമേൽ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും സന്ദേശം നൽകും. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ മീഡിയ ക്ലബ്ബ് കഴിഞ്ഞ 3 വർഷമായി വിദ്യാർത്ഥികളുടെ പാഠ്യേതര രംഗത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. 2013-14 വർഷത്തെ മീഡിയ ക്ലബിന്റെ ഏറ്റവും വലിയ സംരംഭമാണ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത അവയവദാന പ്രോജക്റ്റ് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. അവയവദാനത്തിന്റെ മാഹാത്മ്യം വിദ്യാർത്ഥികളിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക തുടങ്ങിയവയാണ് മീഡിയ ക്ലബ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മീഡിയ ക്ലബ് ഭാരവാഹികളായ
സൂഫിയാൻ അലി, അഞ്ജന ഷാജു, ജോൺസ് ബെന്നി, ആയിഷ ജാഫർ, ഡീന ബെന്നി തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങൾക്ക് ആദ്യമായി അവയവദാനത്തിനെ കുറിച്ച് അതിന്റെ കോട്ടയം ജില്ല കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ആയിട്ടുള്ള ജോഷി സാറ് ക്ലാസ് എടുത്തു. ഞങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു 50 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടായിരുന്നു ഇതിന്റെ തുടക്കം. അങ്ങനെ ഞങ്ങൾ ക്ലാസ് എടുക്കുകയും അതിനുശേഷം ഈ ക്ലാസ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ കൊണ്ട് PTA മീറ്റിംഗിൽ സ്വന്തം രക്ഷകർത്താക്കൾക്ക് ക്ലാസ് എടുപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ചാച്ച നെഹ്റുവിന്റെ ഓർമ്മ പുതുക്കി തൊടുപുഴ ജയറാണി കിൻഡർ ഗാർഡനിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു. ഏറെ വ്യത്യസ്തമായ രീതിയിൽ നടത്തിയ ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങളും കുട്ടികളെ അണിനിരത്തിയ റാലിയും സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനവും നൽകി. മധുര പലഹാര വിതരണത്തോടെയാണ് ശിശുദിനാഘോഷങ്ങൾ സമാപിച്ചത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ആനിസ് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശിശുദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ ജയറാണി കിൻഡർ ഗാർഡനിൽ സംഘടിപ്പിച്ച എക്സിബിഷൻ കൗതുകമായി. വ്യത്യസ്തതയുടെ നിറക്കൂട്ടിൽ പിഞ്ചുകുട്ടികൾ അണിയിച്ചൊരുക്കിയ എക്സിബിഷൻ സ്കൂൾ മാനേജർ മദർ ബ്രിജിറ്റ് മുതുപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധവും നാടൻ ജീവിതശൈലിയിലേക്ക് തിരിയേണ്ടതിന്റെ ആവശ്യകതയും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള വീക്ഷണവുമെല്ലാം ഒത്തുചേർന്ന എക്സിബിഷൻ മാതാപിതാക്കൾക്കും ഏറെ കൗതുകമായി. സമീപ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും എക്സിബിഷൻ കാണുവാൻ എത്തിയിരുന്നു. ശിശുദിനത്തോടനുബന്ധിച്ച് തുടങ്ങനാട് സെന്റ് തോമസ് LP സ്കൂളിൽ റാലി നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗം ബിജോയ് ജോൺ, PTA പ്രസിഡന്റ് ബെന്നി പ്ലാക്കോട്ടം, പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസിലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ശിശുദിനത്തോടനുബന്ധിച്ച് തുടങ്ങനാട് സെന്റ് തോമസ് LP സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലിക്ക് തുടങ്ങനാട് ഹൈസ്കൂൾ അങ്കണത്തിൽ സ്വീകരണം നൽകി. സിസി ആന്റണി, ഷാനി ജോൺ, സ്കൂൾ ലീഡർ R നന്ദിത തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനം. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കുവാനായി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ കൊച്ചു കൂട്ടുകാരെയും അധ്യാപകരെയും ഈ സ്കൂൾ അങ്കണത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. തൊടുപുഴ ബ്രിട്ടീഷ് ഇന്റർനാഷണൽ പ്ലേ സ്കൂളിൽ ശിശുദിനാഘോഷങ്ങൾ നടത്തി. ചാച്ച നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും വേഷമണിഞ്ഞ് കുട്ടികൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ശിശുദിനത്തോടനുബന്ധിച്ച് നാഗപ്പുഴ സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചു. കുട്ടികൾ ചാച്ചാജിയുടെയും ഗാന്ധിജിയുടെയും വേഷമണിഞ്ഞ് റാലിയിൽ പങ്കെടുത്തത് കാണികൾക്ക് വേറിട്ട അനുഭവമായി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ കടവൻ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ ഒറോപ്ലാക്കൽ, PTA പ്രസിഡന്റ് സജി ചെമ്പകശ്ശേരിൽ, MPTA പ്രസിഡന്റ് സുമ ഷാജു കൊളവേലിൽ, വിൽസൺ നെടുങ്കല്ലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കൈവെട്ടിന് ഇരയായ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിനെ കുറ്റവിമുക്തനാക്കി. ഇന്ന് രാവിലെ തൊടുപുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിടുതൽ ഹർജി പരിഗണിച്ച് പ്രൊഫസർ ജോസഫിനെ കുറ്റവിമുക്തനാക്കിയത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാള വിഭാഗം മേധാവിയായിരുന്ന ജോസഫ് സർവകലാശാല പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദ നടത്തിയെന്നാരോപിച്ചായിരുന്നു ഒരു സംഘം കൈപ്പത്തി വെട്ടിമാറ്റിയത്. 2010 ജൂലൈ 4-ന് കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ഇടുക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് നൽകുവാൻ UDF നേതൃത്വം തയ്യാറാകണമെന്ന് KTUCM സംസ്ഥാന വൈസ് പ്രസിഡന്റ് V മാനച്ചൻ, കർഷക യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി C ജയകൃഷ്ണൻ എന്നിവർ ആവശ്യപ്പെട്ടു. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇടുക്കിയിൽ നടന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിന് നൽകണം. കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് മൂലം പരാജയപ്പെടുവാൻ സാധ്യതയുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചാൽ UDFന് വിജയസാധ്യത കൂടുതലാണെന്നും ഇരുവരും പറഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ഇടുക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന് നൽകുവാൻ UDF നേതൃത്വം തയ്യാറാണ്. ഫ്രാൻസിസ് ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇടുക്കിയിൽ നടന്നിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 14-ന് കട്ടപ്പന പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ 1000 കർഷകരെ പങ്കെടുപ്പിച്ച് സത്യാഗ്രഹം നടത്തുമെന്ന് കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മാത്യു വർഗീസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളുടെ ജനദ്രോഹ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുക, അർഹരായ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുക, ഇടുക്കി പാക്കേജ് പൂർണ്ണമായി നടപ്പാക്കുക, റബ്ബർ ഏലം വിലയിടിവ് തടയുക, വരൾച്ച കാലാവസ്ഥ കെടുതികൾക്ക് നഷ്ടപരിഹാരം നൽകുക, എല്ലാ ജപ്തി നടപടികളും നിർത്തിവയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. സത്യാഗ്രഹ സമരം കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് V ചാമുണ്ണി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ G സുകുമാരൻ നായർ, KR ഷാജി എന്നിവരും പങ്കെടുത്തു. നാളെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കട്ടപ്പന പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ 1000 കർഷകർ പങ്കെടുക്കുന്ന സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയാണ്. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടുകളിലെ കർഷക വിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, പട്ടയ നടപടികൾ ത്വരിതപ്പെടുത്തുക, ഏലം, കൊക്കോ, റബ്ബർ വിലയിടിവ് പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 1 മുതൽ 5 വരെ ജില്ലയിൽ വാഹന പ്രചാരണ ജാഥ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ MP ഫ്രാൻസിസ് ജോർജ്, റോഷൻ അഗസ്റ്റിൻ MLA, ജോണി പൂമറ്റം തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകും. വാഹനജാഥയുടെ ഉദ്ഘാടനം 1-ന് രാവിലെ 8-ന് 35-ാം മൈലിൽ പാർട്ടി ചെയർമാൻ KM മാണി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം 5-ന് വൈകിട്ട് തൊടുപുഴയിൽ പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോണി പൂമറ്റം, MJ ജേക്കബ്, ബേബി പതിപ്പള്ളിൽ, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, A അലിയാരികുട്ടി, മനോജ് M തോമസ്, KN മുരളി, രാജു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഡിസംബർ 1 മുതൽ 5 വരെ ജില്ലയിൽ വാഹന പ്രചരണ ജാഥ നടത്തുക. ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടുകളിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞ് അമൃത ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന 6 വയസ്സുകാരി ഡെൽന മോൾ മരണമടഞ്ഞു. കരൾ സ്വീകരിച്ച് സുഖം പ്രാപിച്ച് വരികയായിരുന്നെങ്കിലും ചൊവ്വാഴ്ച വൈകിട്ട് വീണ്ടും അബോധാവസ്ഥയിലായി. രാത്രി 3 തവണ ഹൃദയാഘാതവും വന്നു. രാവിലെ 9:50-നായിരുന്നു മരണം. കഞ്ഞിക്കുഴി, പുന്നിയാർ, കാവുങ്കൽ, ബിനോ തൊടുപുഴയിൽ അപൂർവ ചിത്രശലഭത്തെ കണ്ടെത്തി. കുട്ടപ്പാസ് ഹോട്ടലിന് സമീപമുള്ള പൂവാശ്ശേരിയിൽ PK രാധാകൃഷ്ണന്റെ വീടിന് സമീപമാണ് അപൂർവ ശലഭത്തെ കണ്ടെത്തിയത്. പാമ്പ് പത്തി വിടർത്തിയ പോലുള്ള രൂപമാണ് ചിത്രശലഭത്തിന്. ആദ്യമായാണ് ഇത്തരം ശലഭത്തെ കാണുന്നതെന്ന് PK രാധാകൃഷ്ണൻ പറഞ്ഞു. തൊടുപുഴ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റിന്റെയും പുതിയ ജനറേറ്ററിന്റെയും ഉദ്ഘാടനം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് ആശുപത്രിയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് തൊടുപുഴ നഗരസഭയും സംസ്ഥാന സർക്കാരും ചേർന്ന് നടത്തിവരുന്ന പ്രത്യേക കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതികൾ ആരംഭിച്ചത്. ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വാർമിംഗ് നൽകുന്നതിനും ജന്മന മഞ്ഞപ്പിത്തമുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കും മറ്റുമാണ് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഉപകാരപ്പെടുക. ആശുപത്രിയിലെ OP ബ്ലോക്കിലേക്കും പുതിയതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ബ്ലോക്കിലേക്കും വേണ്ടിയാണ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ബലവൻ ഫണ്ടിന് അർഹതയുള്ളവർക്ക് ചികിത്സയ്ക്കൊപ്പം നേരിട്ട് അപേക്ഷകൾ സ്വീകരിക്കാനും അനന്തര നടപടികൾക്കും വേണ്ടി പ്രത്യേക ഓഫീസ് ആരംഭിച്ചു. ഇതുമൂലം കാരുണ്യ ഫണ്ടിൽ നിന്നും ചികിത്സാ സഹായം ലഭിക്കാൻ എളുപ്പമാകുമെന്ന് അധികൃതർ അറിയിച്ചു.
മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തി തന്നെയായിരിക്കണം അപേക്ഷ തരേണ്ടത്. രണ്ടാമത്, ഒരു റേഷൻ കാർഡിന് ഒറ്റ പ്രാവശ്യം മാത്രമേ കിട്ടുള്ളൂ. അതായത് ഒരാൾക്ക് അതിലിപ്പം 5-6 പേരുടെ പേരുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരാൾക്ക് എലിജിബിൾ ആവുള്ളൂ. വിവാഹ വാർത്തകൾ. എറണാകുളം പാലാരിവട്ടം ഉപ്പുമായ്ക്കൽ PC ജെയിംസ് ചിന്നമ്മ ദമ്പതികളുടെ മകൻ സോബിയും ഈരാറ്റുപേട്ട തയ്യൽ ജോസഫ് ലിസി ദമ്പതികളുടെ മകൾ ലിബിയും തമ്മിൽ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡീപ്പോറസ് പള്ളിയിൽ വിവാഹിതരായി. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്ക് മധുവിധു വാസന്തരാ